കേരളത്തിന് ഇനി കലയുടെ ഉത്സവ നാളുകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരശ്ശീല ഉയരും. അവസാനവട്ട ഒരുക്കങ്ങളിൽ കണ്ണൂർ. അരുൺ ചേരുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. അരുൺ, അവസാനവട്ട ഒരുക്കങ്ങളിലാണ് കണ്ണൂർ. 232 മത്സര ഇനങ്ങൾ, 12,000-ഓളം മത്സരാർത്ഥികൾ, 20 വേദികൾ. എങ്ങനെയാണ് കണ്ണൂരിലെ ഒരുക്കങ്ങൾ? തീർച്ചയായും മനു, കാരണം ഉത്സവാന്തരീക്ഷത്തിൽ തന്നെയാണ് ഇവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നത്. ഫിനിഷിംഗ് ലൈനിലേക്ക് കാര്യങ്ങൾ അടുത്ത് നിൽക്കുകയാണ്. കാരണം അവസാനവട്ട മിനുക്കുപണികൾ പണികൾ മാത്രമാണ് ഇനി പൂർത്തിയാവാനുള്ളത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷത്തിന് ശേഷം വീണ്ടും ആതിഥ്യം വഹിക്കുകയാണ് കണ്ണൂർ. ആ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും പൊതുവിൽ ഒരു ഉത്സവമാക്കി, മാമാങ്കമാക്കി, കലയുടെ മാമാങ്കമാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. അവസാനവട്ട മിനുക്കുപണികൾ കൂടിയാണ് നിലവിൽ പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഊട്ടുപുര അവിടെ പാലുകാച്ചിൽ ചടങ്ങ് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ രാവിലെ 9:30 തന്നെയാണ് ഔദ്യോഗികമായി തിരിതെളിയുക. അതിൻ്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ ഇങ്ങനെയാണ്. പ്രധാന വേദിയായ നിലയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാറാണ് പതാക ഉയർത്തുന്നത്. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി ആണ് മേള ഉദ്ഘാടനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് അദ്ദേഹം അധ്യക്ഷം വഹിക്കുകയും ചെയ്യും ചടങ്ങിൽ. ഒപ്പം ഗായിക KS ചിത്രയാണ് മുഖ്യ അതിഥി. 57ാമത് കലോത്സവത്തിൻ്റെ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ആയതുകൊണ്ട് തന്നെ 57 ഗായകർ അണിനിരക്കുന്ന അവർ ചിട്ടപ്പെടുത്തിയ അവതരണ ഗാനം സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. അത് ഓരോ കലോത്സവത്തിൻ്റെയും 56 ആണെങ്കിൽ 56, 54 ആണെങ്കിൽ 54, എത്ര കലോത്സവമാണോ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ അധ്യാപകരുടെ ഗാന ആലാപനത്തോടു കൂടി അതിൻ്റെ അതിമനോഹരമായ ദൃശ്യ ആവിഷ്കാരം കൂടി ഉണ്ടാവുകയും ചെയ്യും. അതിന് രംഗഭാഷ്യം ചമച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സ്റ്റേജിൽ ചുവടുവെക്കുകയും ചെയ്യും. അത് ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും 10 വർഷത്തിന് ശേഷം കണ്ണൂർ ആതിഥ്യം വഹിക്കുന്ന മേള കൂടിയാണ് ഇത്. നമുക്കറിയാം, ജനപങ്കാളിത്തത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കലാമേളകളാണ് കണ്ണൂരും ഒപ്പം മലപ്പുറവും ആതിഥ്യം വഹിക്കുക. അതിനുമപ്പുറം കേരളം കണ്ട ഏറ്റവും മികച്ച കലാപ്രതിഭകളെ കൂടി കേരളത്തിന് സമ്മാനിച്ച മേളകൾ കൂടിയാണിത്. തിരൂരിൽ 85-ലും ഒപ്പം അതിനുശേഷം 10 വർഷത്തിന് ശേഷം ഇവിടെ നടക്കുന്ന കലാമേള കൂടി. കാരണം പൊതുജന പങ്കാളിത്തത്തിൽ യാതൊരു സംശയവും വേണ്ട, അത്രത്തോളം അധികം കലാ ആസ്വാദകരുടെ പൊതുജന പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ്. എന്തായാലും 232 ഇനങ്ങളിലായി 12,000 പ്രതിഭകളാണ് മാറ്റുരയ്ക്കുക. എന്തായാലും 2 പുതിയ ഇനങ്ങൾ കൂടി ഓരോ വർഷവും ആടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. ആ തരത്തിൽ കൂടി അതിനെ നമുക്ക് ഗണിക്കേണ്ടതുണ്ട്. ഹൈസ്കൂളിൽ 89-ഉം ഹയർ സെക്കൻഡറിയിൽ 105-ഉം ഒപ്പം അറബിക് സംസ്കൃത ഉത്സവത്തിൽ 10 വീതം ഇനങ്ങളിലായാണ് മത്സരം നടക്കുക. 177 വ്യക്തിഗത ഇനങ്ങളിൽ കൂടി മത്സരം നടക്കുന്നുണ്ട്. 55 ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊപ്പം 50 സ്റ്റേജ് ഇനങ്ങളും 172 സ്റ്റേജ് ഇതര ഇനങ്ങൾ കൂടിയാണ് നടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ 2 ഇനങ്ങൾ കൂടി സ്വാഭാവികമായും പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഇത് പ്രധാന വേദിയാണ്. നമ്മുടെ ക്യാമറമാൻ ജിബേഷ് പകർത്തി നിങ്ങൾക്ക് നൽകുന്നത് പ്രധാന വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 6 തട്ടുകളായി ക്രമീകരിച്ചിട്ടുള്ള പന്തലാണ് ഇത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 5-6 വർഷങ്ങളിലായി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടതാണോ ഈ പന്തൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്തരത്തിൽ വളരെ കൃത്യമായും ആസൂത്രണത്തോടും കൂടിയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. 6 തട്ടുകളിലായാണ് ഇത് ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പരിസ്ഥിതി സൗഹൃദ പന്തൽ എന്ന നിലയിൽ കൂടിയാണ് നമുക്ക് ഇതിനെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ തരത്തിൽ കൂടി സംഘാടക സമിതി ചെയർമാൻ കൂടിയായിരുന്ന കടന്നപ്പള്ളി രാമേന്ദ്രൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയും കൂടി ചെയ്തിരുന്നു. എന്തായാലും എല്ലാ അർത്ഥത്തിലും കലാമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അവസാനവട്ട മിനുക്കുമണികളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. മനു, തീർച്ചയായിട്ടും അരുൺ പറഞ്ഞതുപോലെ മലബാറിലേക്ക് ഒരു കലാമേള വരുമ്പോൾ അത് കലാമേളയായിക്കോട്ടെ, കായികമേളയായിക്കോട്ടെ, ജനപങ്കാളിത്തം കൊണ്ടായിരിക്കും മലബാർ അത് വിജയിപ്പിച്ചെടുക്കുക. അവരുടെ ആതിഥ്യ മര്യാദയൊക്കെ അരുൺ അവിടെ ചെന്നിറങ്ങിയ നിമിഷം മുതൽ ആ ഒരു വലിയ ആവേശം, ആ ജനപങ്കാളിത്തം കാണാൻ കഴിഞ്ഞു. നേരത്തെ മലപ്പുറം കലോത്സവത്തിലാണ് ഇത്തരത്തിൽ പ്രത്യക്ഷമായി ജനങ്ങളുടെ ഒരു ആവേശം അങ്ങനെ കാണാറില്ല എങ്കിൽ പോലും ഒരു കലാമേള നടക്കുമ്പോൾ തടിച്ചു കൂടുന്ന ഒരു വലിയ ജനവിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഏറെക്കുറെ സമാനമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കലയെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ, കലോത്സവത്തെക്കുറിച്ചുള്ള പ്രത്യക്ഷമായ അങ്ങനെയുള്ള വലിയ പറച്ചിലുകളൊന്നുമില്ല. എങ്കിലും അവരുടെ സ്വകാര്യ അഹങ്കാരം പോലെ, സ്വകാര്യ ഗർവ് പോലെ ഓരോരുത്തരും അത് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. നിസ്സംശയം പറയാൻ മനു, കാരണം മറ്റു കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തൊക്കെ അത്ര വലിയ ജനപങ്കാളിത്തം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മലപ്പുറവും അതിനുശേഷം നടന്ന 85-ൽ തിരൂരിലെ കലോത്സവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിസ്സംശയം പറയാം, കണ്ണൂരിൽ ജനപങ്കാളിത്തം കൊണ്ട് ഏറ്റവും വലിയ കലോത്സവമാണ് എന്ന് നമുക്ക് അടിവരയിട്ട്
പറയാൻ സാധിക്കും. അതിനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ജനങ്ങളുടെ മനസ്സിലുമുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം, കലോത്സവത്തെ സംബന്ധിച്ച് ഗ്ലാമർ ഇനങ്ങൾ എന്നൊന്നുമില്ല, അങ്ങനെ വിവക്ഷിക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഗ്ലാമർ ഇനങ്ങൾ എന്ന് പറയുന്ന ചില മത്സരങ്ങൾ കൂടിയുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അങ്ങനെ പറയപ്പെടുന്ന അത് ഈ പ്രധാന വേദിയായ നിളയിലാണ് നടക്കുന്നത്. ഇവിടെ 5000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. ഈ പന്തൽ ഒരുപക്ഷെ അതിനെ കവിച്ചു വെക്കുന്ന തരത്തിലുള്ള ജനങ്ങളുടെ ഒരു ഒഴുക്ക് സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ കാണുന്ന ഈ ശുഷ്കമായ ദൃശ്യങ്ങൾക്കപ്പുറം അങ്ങനെ ഒരു വലിയ ജനതയെ നമുക്ക് ഇവിടുന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ജനങ്ങളുടെ വലിയ പങ്കാളിത്തവും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനു, തീർച്ചയായിട്ടും അരുൺ, 10 വർഷത്തിന് ശേഷം കണ്ണൂരിലേക്ക് കലോത്സവം മടങ്ങി വരുമ്പോൾ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രകൃതി സൗഹാർദ്ദപരമാണ് ഇത്തവണത്തെ കലോത്സവം. ഗ്രീൻ പ്രോട്ടോകോളാണ്. നമുക്കറിയാം, നേരത്തെ തെരഞ്ഞെടുപ്പ് വരെ ഗ്രീൻ പ്രോട്ടോകോളിൽ നടത്തിയ പരിചയമുണ്ട് കണ്ണൂരിന്. അത്തരത്തിൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ ഹരിത സൗഹൃദ കലോത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നത്? ഈ കഴിഞ്ഞ കലാമേളയാണെങ്കിലും കായികമേളയാണെങ്കിലും കുറച്ച് നാളായി അങ്ങനെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയായിരുന്നു പൊതുവിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഹരിതമയമാക്കുക, അല്ലെങ്കിൽ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം ഹരിതസേനയെ വിന്യസിക്കുക, അത്തരത്തിൽ മാലിന്യമുക്തമാക്കുക, പ്ലാസ്റ്റിക് വിമുക്തമാക്കുക ഈ പ്രദേശം എന്നുള്ളൊരു പ്രഖ്യാപിത ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തവണയും അതിനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളുമാണ് കഴിയുന്നിടത്തോളം നിലവിൽ ചെയ്തിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നിലവിൽ കാണാൻ സാധിക്കുന്നത് പ്രകാരം ഏറെക്കുറെ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥപൂർണിമയിലേക്ക് നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ആവും വീക്ഷിക്കാനുമാവുക. ഈ ഗ്രീൻ ആർമിയെ ഇറക്കുകയും അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളിൽ നിന്ന് പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള കുട്ടികളെ ഇറക്കി ഗ്രീൻ ആർമിയെ രൂപീകരിക്കുകയും അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് പൊതുവിൽ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെയും അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ പോകുന്നുവെന്ന് വേണം സൂചിക്കാൻ. കാരണം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും, ഒരു അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള മാലിന്യങ്ങളോ അലക്ഷ്യമായി വലിച്ചെറിയപ്പെടുന്ന രീതിയിലുള്ള ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പ്രഖ്യാപിതമായ ലക്ഷ്യം എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ അർത്ഥപൂർണിമയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തി നിൽക്കേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് വരും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് കാണാനാവുക. ഇപ്പോൾ ആദ്യ മണിക്കൂറുകളാണ്, മിനുക്കുമണികളുടെ ആദ്യ ഘട്ടമാണ്. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കൊന്നും നമുക്ക് എത്താനും ആയിട്ടില്ല. അരുൺ, മറ്റു ചില പ്രത്യേകതകൾ ഇത്തവണത്തെ മേളയ്ക്കുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം വിജിലൻസ് നിരീക്ഷണത്തിലാണ് ഇത്തവണത്തെ കായിക മേള നടക്കുന്നത്. നമുക്കറിയാം, ഈ കളിത്തട്ടിലെ കളികൾക്കപ്പുറത്തേക്ക് അതിൻ്റെ പിന്നണിയിൽ നടക്കുന്ന കളികൾക്ക് ഇത്തവണ കുരുക്കിടാൻ ഒരുങ്ങിയാണ് സർക്കാരും ഇറങ്ങിയിരിക്കുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകൾ കൂടി കണക്കിലെടുക്കേണ്ടേ? അത് എല്ലാ കലാമേളകളെയും സംബന്ധിച്ച് ഏറ്റവും ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. മുതിർന്ന കലാകാരന്മാർ സഹിതം ഇത്തരത്തിൽ വളരെ ഗൗരവതരമായ അഭിപ്രായം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എത്ര സൂക്ഷ്മമായി നിരീക്ഷിച്ചാലും അഴിമതിയുടെ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി മാർക്കിടുന്ന ജഡ്ജസുമാരുടെ, അത് കൊടുക്കുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടുന്നുണ്ട് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ് എന്നുള്ളത് വസ്തുതയാണ്. അതിന് ബദൽ മാർഗങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരത്തിലുള്ള ആലോചനകൾ നടക്കുന്നുമുണ്ട്. ഒരുപക്ഷെ നമുക്കറിയില്ല, നമ്മുടെ കാണാമറയത്ത് പോലും ഇപ്പോൾ ചില മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ വരാനിരിക്കുന്ന മത്സരങ്ങൾക്ക് ഒരുപക്ഷെ കാശെണ്ണി വാങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടാകും. അത് ഓരോ കലോത്സവത്തിലും പറഞ്ഞു പഴകിയ വാചകങ്ങളാണ്. അതിന് എങ്ങനെ ഫലപ്രദമായി അടിവരയിടാം എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. വിജിലൻസിൻ്റെ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ഇടപെടലുകൾ അത് സ്വാഗതാർഹമാണ് എന്ന കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഡോക്ടർ നീന പ്രസാദ് അടക്കം ഇക്കാര്യത്തിൽ ഗൗരവതരമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കലാമേളകളെ കോമാളി മേളകളാക്കി മാറ്റുന്ന ഇടത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇൻസ്റ്റൻ്റ് ആണല്ലോ. ഇതിനുവേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രം എടുക്കുന്നു. കുട്ടികൾക്ക് കൊടുക്കാനുള്ള 10 മിനിറ്റ് മാത്രം അവർ വേദിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഗൗരവം ചോർന്നു പോകുന്നു. അതിൻ്റെ വിവിധമായ വശങ്ങളാണ്. അതിനുമപ്പുറം ഇത് മത്സരമല്ല, ഉത്സവമാണ് എന്ന നമ്മുടെ ടാഗ് ലൈൻ വാക്യം പോലെ തന്നെ ഇതിനെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം പ്രൊഫഷണൽ മേഖലയിലേക്ക് എത്ര കുട്ടികൾ ഈ മേഖലയിലേക്ക് ഇതിൽ നിന്ന് കലോത്സവത്തിൽ നിന്ന് കടന്നു വരുന്നു എന്നതൊക്കെ ഗൗരവതരമായ ചിന്തകളും കാഴ്ചകളുമാണ്. അതിനൊപ്പം കുട്ടികളുടെ ഒരു ഉത്സവം എന്ന തരത്തിൽ കൂടിയാണ് പൊതുവിൽ നമുക്ക് ഇതിനെ പരിഗണിക്കേണ്ടത്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടാകുന്നുണ്ട്, നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ. എന്തായാലും ഈ മണിക്കൂറുകളിൽ, ഈ ഘട്ടങ്ങളിൽ കലോത്സവം ആരംഭിക്കാനുള്ള അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഫിനിഷിംഗ് മേഖലയിലേക്കും കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നിലവിൽ കൂട്ടിച്ചേർക്കാനാവുക. മനു. ശരി അരുൺ, ഞാൻ അരുണിലേക്ക് അല്പസമയത്തിനകം തിരികെ വരാം. ഇപ്പോൾ ശ്രീ മോഹൻകുമാർ DPI നമ്മോടൊപ്പം കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്, കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. ശ്രീ മോഹൻകുമാർ, സ്വാഗതം ഞങ്ങളുടെ ഈ പ്രത്യേക പരിപാടിയിലേക്ക്. കലോത്സവത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് കണ്ണൂരിൽ നമ്മുടെ ഒരുക്കങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്?
കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ അവസാന വട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് പാലുകാച്ചൽ കർമ്മം കഴിഞ്ഞു. പന്തലിൻ്റെയും സ്റ്റേജുകളുടെയൊക്കെ നിർമ്മാണം പൂർത്തിയായി വരുന്നു. ഇന്ന് എല്ലാം കൈമാറും. ലൈറ്റ്, സൗണ്ട് ക്രമീകരണങ്ങളെല്ലാം ആയി കഴിഞ്ഞു. ആദ്യ ടീം നമുക്കിന്ന് ഉച്ചയോടെ എത്തിച്ചേരും. വിദ്യാർത്ഥികളെ ഇന്ന് വരവേൽക്കും. നാളെ രാവിലെ രജിസ്ട്രേഷൻ ആരംഭിക്കും. കലോത്സവം വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും 21 സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ, സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നടന്നു വരികയാണ്. നമ്മുടെ അവിടെ പങ്കെടുക്കാൻ എത്തുന്ന കുട്ടികൾക്കായി, വിദ്യാർത്ഥികൾക്കായി, ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് അവരുടെ താമസ സൗകര്യങ്ങൾ, ഭക്ഷണം, ഗതാഗതം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്? അവർക്ക് താമസിക്കാനായിട്ട് 12 സ്കൂളുകളിലായിട്ട് നമ്മൾ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ 600ഓളം വിധികർത്താക്കൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവർക്ക് താമസ സൗകര്യങ്ങൾ വിവിധ ഹോട്ടലുകളിലായിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞു. അതുപോലെ അക്കോമഡേറ്റ് ചെയ്ത് വരുന്ന അധ്യാപകർക്ക്, മറ്റ് സംഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ഒഫീഷ്യൽസിന് എല്ലാവരുടെയും താമസ സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവരെ വേദികളിലേക്ക് കൊണ്ടുവരുന്നതിനും തിരിച്ച് താമസ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും, വാഹന ക്രമീകരണങ്ങളെല്ലാം ഏർപ്പാടായി കഴിഞ്ഞു. എല്ലാ സംവിധാനങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ശ്രീ മോഹൻകുമാർ, ഒരുപക്ഷെ ഇത്തവണത്തെ മേളയുടെ ഏറ്റവും പ്രത്യേകത അതിൻ്റെ ഒരു ടാഗ്ലൈൻ, അതായത് ഇത്തവണ നമ്മൾ ഹരിത ഉത്സവത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഗ്രീൻ പ്രോട്ടോക്കോളിലാണ് നമ്മൾ കലോത്സവം നടക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗ്രീൻ പ്രോട്ടോക്കോളിന് വേണ്ടി അവിടെ ചെയ്തിരിക്കുന്നത്? അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഞങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ പ്രഖ്യാപനത്തോടെ ഒരു ഹരിത കലോത്സവമായിട്ട് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംഘാടക സമിതി അക്കാര്യത്തിൽ വളരെ ഒരു ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഭൂമിക്ക് ദോഷം ചെയ്യുന്ന യാതൊരു പദാർത്ഥങ്ങളും ഈ ഉത്സവത്തിൻ്റെ ഭാഗമാവാൻ പാടില്ല എന്നൊരു നിഷ്കർഷ പുലർത്തിയിട്ടുണ്ട്. പ്രചരണ മാധ്യമങ്ങൾക്ക് പോലും ഞങ്ങൾ പ്രകൃതിജന്യമായിട്ടുള്ള പ്രചരണ ഉപാധികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ പൂർണ്ണമായിട്ടും ഈ സംഘാടക സമിതി ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാം തുണിയിൽ തയ്യാറാക്കിയ ബാനറുകൾ, തുണിയിലും മറ്റ് പ്രകൃതിജന്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ പ്രചരണ ഉപാധികൾ, ഇതൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ പോലും ഭക്ഷണശാലയിൽ എല്ലായിടത്തും പ്ലാസ്റ്റിക്കിനെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും, ഒരുപക്ഷെ ഇത്തവണത്തെ കലോത്സവ വേദികളുടെ പേരുകളിൽ തന്നെ ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും ലാളിത്യവും പ്രൗഢിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ 20 നദികളുടെ, നമ്മുടെ സംസ്കാരങ്ങളൊക്കെ തഴച്ചു വളർന്ന 20 നദികളുടെ പേരുകളാണ് നമ്മുടെ വേദികൾക്ക് നൽകിയിരിക്കുന്നത്. നിളയും മയ്യഴിയും ഒക്കെ അവിടെ തലയെടുപ്പോടെ നിൽക്കുന്നു. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയും, ആ വേദികളുടെ പേരുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ. മുഖ്യവേദിയുടെ പേര് നിളയെന്നാണ്. അതുപോലെ കബനി, ചന്ദ്രഗിരി, പമ്പ, അങ്ങനെ കേരളത്തിലെ എല്ലാ പ്രമുഖ നദികളുടെയും പേരുകളാണ് വേദികൾക്ക് നൽകിയിരിക്കുന്നത്. ഇതുതന്നെ ഞങ്ങളുടെ ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രഖ്യാപനത്തിൻ്റെ ഭാഗം കൂടിയാണ്. പിന്നെ ഒരു കാര്യം, കേരളത്തിൻ്റെ കലാസാംസ്കൃതി മുഴുവനും തഴച്ചു വളർന്നത് ഈ നദികളുടെ തീരത്താണ്. ഈ നദികളാണ് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളായ 12,000-ഓളം വിദ്യാർത്ഥികളിവിടെ അവരുടെ കലാ നൈപുണ്യം തെളിയിക്കാനായിട്ടൂടെ വന്നു ചേരുകയാണ്. അവരെല്ലാവരും കൂടി ഒഴുകിയെത്തുന്ന ഒരു സമുദ്രമാണ് ശരിക്കും കലോത്സവം എന്ന് പറയുന്ന ഞങ്ങളുടെ കലോത്സവ വേദി. തീർച്ചയായിട്ടും നദികളുടെ ഒരു സാങ്കത്യവും കൂടി അതാണ്. ഈ വേദികൾക്ക് നദികളുടെ പേര് കൊടുക്കാനുള്ള ഒരു പ്രധാന സാങ്കത്യവും കൂടി അതാണ്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇപ്പോൾ ശ്രീ നജീം അർഷാദ്, പിന്നണി ഗായകൻ, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നജീം, സ്വാഗതം ഞങ്ങളുടെ കലയാട്ടം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്, കലോത്സവ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാട് കലോത്സവങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടാണ് നജീം വരുന്നത്. ഒരു 57ാമത് കലോത്സവത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ തിരശ്ശീല ഉയരാൻ നിൽക്കുന്നത്. എന്ത് തോന്നുന്നു ഈ കലോത്സവം കണ്ണൂരിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ? കണ്ണൂരിൻ്റെ മണ്ണിലെത്തുമ്പോൾ എന്തായാലും കലയെ ആസ്വദിക്കുന്ന ഒരു മണ്ണിലാണല്ലോ എത്തുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഓഡിയൻസിന് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും നമ്മുടെ കലോത്സവം. നമ്മുടെ കലോത്സവത്തിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും വളരെ എല്ലാ വർഷവും കേരളത്തിൻ്റെ ഒരു വലിയൊരു ഉത്സവം പോലെയാണ് നമ്മുടെ ഈ സ്കൂൾ കലോത്സവം ആഘോഷിക്കുന്നത്. അതാണ്.
തീർച്ചയായിട്ടും മത്സരമല്ല, ഇല്ലേ നജീം, നമുക്കത് ഉത്സവമാണ്. ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. ഇടയ്ക്ക് എവിടെയൊക്കെ വെച്ച് ആ ഉത്സവത്തിന്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ട് മത്സരത്തിന്റെ ഒരു ആധിക്യം നമുക്ക് കയറി വന്നിരുന്നു. പക്ഷേ ഇനി നമുക്കത് ഉത്സവമായി തന്നെ മാറ്റാം. അതെ, ശരിക്കും ഇനി ഉത്സവമാണ്. ഞാനൊക്കെ പണ്ട് പങ്കെടുത്ത സമയത്തൊക്കെ ശരിക്കും അതൊരു മത്സരമായിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോൾ, ഇപ്പം കലോത്സവം എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിൽ ഇപ്പോഴും ടെൻഷനാണ്. രജിസ്റ്റർ നമ്പറൊക്കെ വിളിച്ച് സ്റ്റേജിൽ വിളിക്കുന്നതും അതൊക്കെ വലിയ, ഇപ്പോഴും ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു പേടി വരുവാണ് മനസ്സിൽ. അപ്പൊ അതൊക്കെ നജീം, ആ മാറി ഇപ്പോ പല ഓർമ്മകളെക്കുറിച്ചും മാറ്റങ്ങളും വന്നു. അനുഭവങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുമോ? അന്ന് തന്റെ ഊഴം കാത്തിരിക്കുന്ന ഒരു മത്സരാർത്ഥിയെ നജീമിന്റെ വാക്കുകളിൽ ഇപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ടാണ് യൂത്ത് ഫെസ്റ്റിവൽ പോയി തുടങ്ങിയത്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ്. ഞാൻ ഗവൺമെൻറ് LPS ത്രിവിക്രമംഗലം സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ പഠനം തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ എല്ലാ കോമ്പറ്റീഷൻ ഐറ്റംസിലും പങ്കെടുപ്പിക്കുമായിരുന്നു, സംഗീതത്തിൻ്റെ എല്ലാ മേഖലയിലും. അങ്ങനെ ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ, മാപ്പിളപ്പാട്ട്, അങ്ങനെ നിരവധി ഐറ്റംസ്. റെസിറ്റേഷൻ തന്നെ പല ലാംഗ്വേജുകളിലും, മലയാളം, തമിഴ്, ഹിന്ദി, അറബി, എന്തൊക്കെയുണ്ടോ എല്ലാത്തിലും പങ്കെടുക്കുക. ഒരു കലാപ്രതിഭ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത്രയും നമ്മളധികം അതിനോട് സ്ട്രെയിൻ ചെയ്ത് അത്രയ്ക്കും നമ്മളെല്ലാം ബൈ ഹാർട്ട് പഠിച്ചു. അപ്പോൾ അതൊക്കെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ പിന്നെ വേറൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കലോത്സവ വേദി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേദിയിലൂടെ നമ്മൾ സ്റ്റേജ് ഫിയർ എന്നുള്ളൊരു സംഭവം നമ്മൾ മാറിക്കിട്ടുന്നു. പല സ്റ്റേജുകൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മൾ ആത്മധൈര്യം കൂടുന്നു, ആത്മവിശ്വാസം കൂടുന്നു. ആ ഒരു ഭയത്തെയൊക്കെ നേരിടാനുള്ള, ഭയം എപ്പോഴായാലും ഉണ്ടാവും, ആ ഒരു ഭയം നേരിടാനുള്ള ഒരു ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഞാൻ 13 തവണ കലാപ്രതിഭയായിരുന്നു. അതായത് ജില്ലാ, സബ് ജില്ലാ തലങ്ങൾ. അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തുടങ്ങിയതാണ്, അത് +2 വരെ നീണ്ടു നിന്നിട്ടുണ്ട്. അങ്ങനെ ആണ് കാര്യം. അങ്ങനെ കുറേ സന്തോഷമുള്ള ഓർമ്മകളുണ്ട്, വിഷമങ്ങളുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ എല്ലാം അടങ്ങിയതാണ് നമ്മുടെ കലോത്സവ ഓർമ്മകൾ. തീർച്ചയായിട്ടും നജീം, ആ ഓർമ്മകളിലേക്ക് വരുമ്പോൾ അന്ന് മത്സരാർത്ഥിയായി നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് സമ്മർദ്ദങ്ങളുണ്ട്. ഒരുപാട് നമ്മുടെ മുന്നിൽ വേറെ ആളുകൾ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നു, അവരെ മറികടക്കണമെന്നൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് ഈ മത്സരങ്ങൾ ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നോ കലോത്സവം? അതോ അതിനുശേഷം പിന്നീട് ഗായകനായി ഒരു കാണിയായി കലോത്സവങ്ങളെ കണ്ടപ്പോഴാണ് കൂടുതൽ സുന്ദരമായും ഭംഗിയായും തോന്നിയത്? ശരിക്കും അന്നത്തെ കാലത്ത് അത് വേറൊരു അനുഭവമാണ്. അതിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ സിനിമയിൽ പാടുന്നത് അത് വേറൊരു അനുഭവമാണ്. ഓരോ സമയത്ത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കുട്ടി സമയത്ത് എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ മത്സരിക്കുക, സമ്മാനം നേടുക എന്നുള്ളതാണ്. അത് മറ്റൊരു കുട്ടികളോടുള്ള മത്സരമായിട്ടല്ല കാണുന്നത്. നമുക്കൊരു സമ്മാനം കിട്ടുമ്പോൾ അത് എൻ്റെ പാരൻസിൻ്റെ സന്തോഷം, എൻ്റെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ സ്കൂളിലുള്ളവരുടെ സന്തോഷം, സ്കൂളിൽ ഇപ്പം എനിക്കൊരു സ്വീകരണം കിട്ടുന്നു ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെയാണ് മനസ്സിൽ, അതൊക്കെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ആ സമയങ്ങളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നു ആ സമയം. ഇപ്പോൾ അത് പോസിറ്റീവായിട്ടും നമുക്ക് വരാം. പിന്നെ ഇപ്പോഴത്തെ അന്നത്തെ കാലത്ത് കുട്ടികളിലിങ്ങനെ വിദ്വേഷം ഉണർത്തുന്ന രീതിയിൽ പാരൻസ് പ്രഷർ ചെയ്യാറുണ്ട്. അത് അന്നത്തെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇതാണ്, ആ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇതല്ല. അത് നമുക്ക് എങ്ങനെയെങ്കിലും നന്നായിട്ട് ആ കിട്ടുന്ന വേദിയിൽ നന്നായിട്ട് പാടുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടെൻഷൻ. തീർച്ചയായിട്ടും നജീം വന്ന സമയം മുതൽ എനിക്ക് മുകളിൽ സമ്മർദ്ദമാണ്. അതായത് നജീമിനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കൂ എന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ PCR നിന്ന് നിർദ്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നജീം, രണ്ടുപേരും പാടി നമുക്ക് തുടങ്ങാം. ഞാനത് ലൈറ്റ് മ്യൂസിക് പാടിത്തരാം. അന്ന് ഞാൻ ഓരോ സമയത്തും ഓരോ ലൈറ്റ് മ്യൂസിക്കാണ് കേട്ടോ. ഞാൻ ഈ ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ, LPS, UPS, ഹൈസ്കൂൾ, അങ്ങനെ വരെ. അപ്പോൾ അങ്ങനെ ചെറുതിലായിരുന്ന സമയത്ത് ഒരു ലൈറ്റ് മ്യൂസിക് പാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെ 3-4-5 ലൈറ്റ് മ്യൂസിക്കുകൾ ഞാൻ പാടിയിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിൽ. അതിൽ ഒരു പാട്ട് പാടാം. വൈദേഹിന്നും കാനനത്തിൽ
വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. രാമരാമേതി ജപങ്ങളുമായി, രാമരാമേതി ജപങ്ങളുമായി ഭൂമി കന്യതൻ ചിന്തകൾ മൂകമായി വൈദേഹി ഇന്നും കാനനത്തിൽ വാഴുന്നു ശ്രീരാമൻ അയോധ്യയിൽ. തീർച്ചയായിട്ടും തുടരുക നജീം. ഇനിയും നമുക്ക് വേണ്ടി പാട്ടുകൾ പാടണം. ഈ പരിപാടിയിൽ തന്നെ വീണ്ടും നജീമിൽ നിന്ന് ഞങ്ങൾ കൂടുതൽ ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നു, നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ശ്രീ മുരുകൻ കാട്ടാക്കട കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് കലോത്സവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി. ശ്രീ മുരുകൻ കാട്ടാക്കട, 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇനി നമ്മുടെ എല്ലാ ശ്രദ്ധയും കണ്ണൂരിലേക്കായിരിക്കും. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു അവസരത്തെ കാണുന്നത്? വളരെ സന്തോഷത്തോടെയാണ് ഞാൻ അത് കാണുന്നത്. ഞാനിപ്പോ നമ്മുടെ സർക്കാരിന് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചാനലുണ്ട്, അതിന്റെ പേരാണ് വിക്ടേഴ്സ്. ആ വിക്ടേഴ്സ് ചാനലിന് വേണ്ടി ഇത് മൊത്തം അവരുടെ കലോത്സവം, കുഞ്ഞുങ്ങളുടെ കലോത്സവം, കുഞ്ഞുങ്ങളുടെ സ്നേഹം, കുഞ്ഞുങ്ങളുടെ വാത്സല്യം, കുഞ്ഞുങ്ങളുടെ കലോത്സവത്തെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കിലാണ് ഞാൻ. വലിയ സന്തോഷം. ഒരുപക്ഷെ കലോത്സവത്തെ കൂടുതൽ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു അവസരം കൂടി ആയിരിക്കാം താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തവണ. അതാണ് വിക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെർസറ്റൈൽ ICT എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്നതിന്റെ അബ്രിവേഷൻ ആണ് വിക്ടേഴ്സ്. അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ എല്ലാ സർഗവാസനകളെയും മലയാളത്തിൽ, കേരളത്തിൽ നന്നായി കാണിക്കുക എന്നുള്ളതാണ് എന്റെ ചാനലിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമായി ഞാൻ നിൽക്കുന്നു. സന്തോഷം. പക്ഷെ ഒരു കാര്യം എനിക്ക് അടിവരയിട്ട് പറയാനുള്ളത്, ഒരിക്കലും ഒന്നാം സ്ഥാനം കിട്ടുന്നവരായിരിക്കില്ല നാളെ മറ്റന്നാൾ ഈ സമൂഹത്തെ നയിക്കുന്നത്. അതാണ് ശ്രീ മുരുകൻ കാട്ടാക്കട. നമുക്ക് കലയുടെ ഒരു മത്സരമല്ല, കലയുടെ ഒരു ഉത്സവമാണ് നമുക്ക് വേണ്ടത്. ഈ പഴയകാല ഓർമ്മകളെ കുറിച്ചൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? പണ്ട് താങ്കളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ കലോത്സവങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ ഒരിക്കലും കലോത്സവത്തിലൂടെ വന്ന ആളല്ല. അല്ല, അന്ന് കണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ വായിച്ചും കേട്ടുമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ പഴയകാല ഓർമ്മകൾ. അല്ല, ഒരു കാര്യമില്ല. കാരണം സർഗവാസനയുള്ള ഒരാളിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കലോത്സവം കൊണ്ട് തളച്ചിടാൻ പറ്റില്ല. ഈ കലോത്സവത്തിൽ 5ാം സ്ഥാനം കിട്ടുന്ന ആളിന്റെ കൂടെയാണ് ഞാൻ. അതായത് ഒന്നാമതെത്തുന്നതായിരിക്കില്ല നാളെ മുന്നിലേക്ക് വരേണ്ടത്. ഇതൊരു മത്സരമായി കൂട്ടണ്ട, ഇതൊരു ഉത്സവമായി കണ്ടാൽ മതി. തീർച്ചയായിട്ടും. വളരെയധികം നന്ദി ശ്രീ മുരുകൻ കാട്ടാക്കട ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീ മോഹൻകുമാർ, നമ്മൾ കുറെ വിശേഷങ്ങൾ പങ്കുവച്ചു, കണ്ടു. ഇനി നമുക്ക് അവിടുത്തെ ഔദ്യോഗികമായ മറ്റു കാര്യങ്ങൾ കൂടി താങ്കളിൽ നിന്ന് അറിയേണ്ടതുണ്ട്. അതായത് സ്വാഭാവികമായും മലബാറിലേക്ക്, ഉത്തരദേശത്തേക്ക് ഒരു കലയുടെ ഉത്സവം വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ ആയിരിക്കും നമ്മളവിടെ പ്രതീക്ഷിക്കുക. മലബാറിൽ ഒരു മേള എത്തിയാൽ അത് ജനപങ്കാളിത്തം കൊണ്ട് വിജയിപ്പിക്കുകയാണ് അവരുടെ ഒരു ശൈലി. ഇത്തവണയും അത്തരത്തിലൊരു വലിയ ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? അപ്പുറത്തുള്ള ശരിക്കും അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇതിനകം തന്നെ കണ്ണൂരെ ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലോത്സവത്തിന് ആതിഥേയത്വം ഒരുങ്ങുകയാണ്. ഇപ്പോൾ തന്നെ സംഘാടക സമിതിയും ജനപ്രതിനിധികളും ജനനേതാക്കന്മാരും വിവിധ സംഘടനാ പ്രതിനിധികളും എല്ലാവരും, ജനങ്ങൾ മുഴുവൻ തന്നെ ഈ കലോത്സവത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഇതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും കണ്ണൂർ ഒരു വലിയൊരു ജനകീയ ഉത്സവമായിട്ട് ഈ കലോത്സവം മാറും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതിനുള്ളൊരു നല്ലൊരു തയ്യാറെടുപ്പ്, നല്ലൊരു ഒരുക്കം, ഒരു മുന്നൊരുക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മോഹൻകുമാർ സാർ, ഈ ഔദ്യോഗിക പദവികളിൽ നിന്നൊക്കെ മാറി ഒരു സാധാരണ പ്രേക്ഷകനായി, ഒരു സാധാരണക്കാരനായി, കലയെ സ്നേഹിക്കുന്ന ഒരാളായി എങ്ങനെയാണ് നമ്മുടെ ഈ കലോത്സവത്തെ താങ്കൾ കാണുന്നത്? ഈ കലോത്സവം വളരെ സുതാര്യമായിരിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനുവേണ്ട എല്ലാ നടപടികളും ജാഗ്രതകളും എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കലോത്സവത്തിൽ വരുമ്പോൾ ശരിക്കും ഒരു കലാ ഉത്സവമാണ്, കലയുടെ ഒരു ഉത്സവമാണ്. പ്രതിഭകളായ കുട്ടികളുടെ ഒരു ഉത്സവവും ഒരു ഒത്തുചേരലുമാണ്. ഒരിക്കലും ഇവിടെ വൈരാഗ്യവും പകയും വിദ്വേഷവും സംഘർഷവുമല്ല വേണ്ടത്. പലപ്പോഴും ഇതിന് വഴിതെളിക്കാനുള്ള കാരണങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന കുട്ടികളുടെ
അല്ലെങ്കിൽ അവരോടൊപ്പം വരുന്ന രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്നവരുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്, ഇത് സുതാര്യമായി നടക്കുന്നില്ല, നീതിയുക്തമായിട്ട് നടക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഇതൊരു ഒരു കലുഷിതമായിട്ടൊക്കെ മാറാറുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് സംഘാടക സമിതിയുടെ ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ഏറ്റവും ഭംഗിയായിട്ട് ഈ കലോത്സവം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയെന്ന് പറയുമ്പോൾ ഏറ്റവും സുതാര്യമായിട്ടും ഏറ്റവും നീതിപൂർവമായിട്ടും കലോത്സവം നടത്തുക, മത്സര വിധിനിർണ്ണയം നടത്തുക, ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യങ്ങൾ. ഇക്കാര്യത്തിൽ ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് അങ്ങേയറ്റം ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. വിധികർത്താക്കളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പോലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളിൽ നിന്നും അതിന് യോഗ്യരായിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ചോദിച്ചു വാങ്ങി ആ പാനലിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് ഈ വർഷം വിധികർത്താക്കളെ നിർണ്ണയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ 3 വർഷമായിട്ട് വിധികർത്താക്കളായിട്ടുണ്ടായിരുന്നവരെല്ലാവരെയും നമ്മൾ ഈ വർഷം ഒഴിവാക്കി. ജില്ലാതല കലോത്സവങ്ങളിൽ വിധികർത്താക്കളായിട്ട് ഇരുന്നവരെ സംസ്ഥാനതല കലോത്സവത്തിന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ നടപടികളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വിധി നിർണ്ണയം വളരെ സുതാര്യമായിട്ടും നീതിപൂർവമായിട്ടും നടത്തണം എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാ മുൻകരുതലുകളും ജാഗ്രതകളും വിദ്യാഭ്യാസ വകുപ്പും സംഘാടക സമിതിയും സർക്കാരും സ്വീകരിച്ചിട്ടുണ്ട്. മോഹൻകുമാർ സാർ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സാർ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു. അത്തരത്തിൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ കണ്ണിലൂടെയും കലോത്സവത്തെ താങ്കൾ കണ്ടിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അടുത്തറിഞ്ഞ കലോത്സവങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത കലോത്സവം 80കളുടെ തുടക്കത്തിൽ എറണാകുളത്ത് നടന്ന കലോത്സവമായിരുന്നു. അതിനുശേഷം 85-ൽ തൃശ്ശൂർ നടന്ന കലോത്സവത്തിൽ ഞാനിന്ന് കേരളകൗമുദിയുടെ തൃശ്ശൂർ ജില്ലാ ലേഖകനായിരുന്നു. ആ കലോത്സവം റിപ്പോർട്ട് ചെയ്തു. എൻ്റെ ഓർമ്മ, ആ കലോത്സവത്തിൽ വെച്ചാണ് വൈലോപ്പിള്ളി മാഷ് ഈ കലോത്സവത്തിനൊരു സ്വർണ്ണ കപ്പ് ഏർപ്പെടുത്തണമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നിർദ്ദേശിച്ചതും ആ കലോത്സവ വേദിയിൽ വെച്ചാണ്, അതിൻ്റെ സമാപന വേദിയിൽ വെച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കലോത്സവത്തിനൊരു സ്വർണ്ണ കപ്പ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതും. അപ്പോൾ എനിക്ക് ആ ഒരു ഇത്രയും വർഷം പഴക്കമുള്ള ഓർമ്മകളാണ്. 80കളുടെ ആദ്യം നടന്ന 2 കലോത്സവങ്ങളിലാണ് ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പങ്കെടുത്തതും റിപ്പോർട്ട് ചെയ്തതും. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. കലോത്സവം ഇന്നത്തെ കലോത്സവമായിട്ട് നോക്കുമ്പോൾ ഒരു തുടർന്നോളൂ. അന്നത്തെ കലോത്സവം ഇന്നത്തെ കലോത്സവമായിട്ട് നോക്കുമ്പോഴുള്ള ഒരു പ്രധാന വ്യത്യാസം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കലോത്സവത്തിൽ ഒരു ഉത്സവത്തിൻ്റെ ഒരു അംശം പുറമേയുള്ള പകിട്ടിൽ മാത്രമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നവരുടെയും ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെയും മനസ്സിൽ അതില്ലാതെ പോകുന്നു. അത് കൂടുതലൊരു വല്ലാത്തൊരു വിദ്വേഷത്തിൻ്റെയും ഒരു സംഘർഷത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അത് നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കണം. തീർച്ചയായിട്ടും അതിന് തീർച്ചയായിട്ടും നമ്മുടെ കലോത്സവത്തിൻ്റെ മാനുവൽ കാലോചിതമായിട്ട് പരിഷ്കരിക്കാനുണ്ട്. ശരി, തീർച്ചയായിട്ടും ശ്രീ നജീം അർഷാദ്, അതായത് പണ്ട് താങ്കൾ പങ്കെടുത്ത കാലത്ത് നിന്ന് മാറി നമ്മുടെ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ ഈ കലോത്സവ വേദികളിലൊക്കെ താങ്കൾ കാണുന്ന പ്രകടമായ ഒരു മാറ്റം അതെന്തൊക്കെയാണ്? പ്രകടമായ മാറ്റം ശരിക്കും ഈ ഒരു റീച്ച് കൂടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു കാര്യം. ശരിക്കും ചാനലുകൾ വളരെയധികം, മീഡിയാസ് വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ഇപ്പോഴത്തെ. പണ്ട് ഇത്രയും ഒരു എന്താണ് ഒരു കവറേജ് ഒന്നും ഇല്ലായിരുന്നു. പത്രങ്ങൾ, ന്യൂസ് പേപ്പറിലായിരുന്നു കൂടുതലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നു. നമ്മൾ ചാനലിലൂടെ എല്ലാ അപ്ഡേഷനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടികളും പാടുന്നതും മത്സരത്തിൻ്റെ റിസൾട്ട്സൊക്കെ ഓരോ ചാനലുകളും അപ്പോഴപ്പോഴും തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വേറൊരു തലമായി മാറി. അപ്പോൾ നല്ലൊരു റീച്ചാണ് ഇതുവഴി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക്. തീർച്ചയായിട്ടും നജീം ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് തന്നെ നജീബിന്റെ കുറച്ച് ഗാനങ്ങൾ കൂടി കേൾക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ബുദ്ധിമുട്ടാകരുത്, അങ്ങനെ തോന്നരുത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാമോ? താങ്കളെയൊക്കെ സ്നേഹിച്ച് താങ്കളുടെയൊക്കെ കലോത്സവ വേദികളിലെ പ്രകടനം കണ്ട് അന്ന് സ്നേഹിക്കുന്ന, ഇന്ന് മത്സരത്തിന് പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് ഒരു ആശംസ കൂടിയാകട്ടെ അത്. പാട്ട് ഏതാണ്? സിനിമാ പാട്ടാണോ വേണ്ടത് അതോ താങ്കൾക്ക് ഇഷ്ടം? ലൈറ്റ് മ്യൂസിക് ആണോ വേണ്ടത്? നജീബിന്റെ ഇഷ്ടം. ഞാനൊരു പുതിയ പാട്ട് പാടിക്കട്ടെ. ഞാൻ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിൽ ഞാൻ പാടിയൊരു പാട്ടാണ്, വിദ്യാസാഗർ സാർ മ്യൂസിക് ചെയ്തിട്ടുള്ള. അത് പാടാം. തീർച്ചയായിട്ടും.
നീലാകാശം നീരണിഞ്ഞ മിഴിയെന്നു തോന്നിയഴകേ ഈറന്മേഘം നീന്തി വന്ന കനവെന്നു തോന്നിയരികേ കാതിലൊതുവാനൊരുങ്ങിയോ ആദ്യമായൊരീരടി കേട്ടു കേട്ടു ഞാനിരുന്നു ആവിലോല പല്ലവി ഭൂമിയും മാനവും പൂക്കൊണ്ടു മൂടിയോ നീലാകാശം നീരണിഞ്ഞ മിഴിയെന്നു തോന്നിയഴകേ ഈറന്മേഘം നീന്തി വന്ന കനവെന്നു തോന്നിയരികേ. തീർച്ചയായിട്ടും സന്തോഷം നജീബ്. ഞാൻ വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ശ്രീ വിനോദ് കോവൂർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോണിൽ കലോത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. ശ്രീ വിനോദ് കോവൂർ, 57ാമത് കലോത്സവത്തിന് കണ്ണൂരിൽ തിരിതെളിയാൻ ഇനി നമുക്ക് മുന്നിൽ നിമിഷങ്ങൾ, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ കലോത്സവ വേദികളിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? അല്ല, കണ്ണൂരിലാകുമ്പം കണ്ണൂർ കൊഴുപ്പിക്കും. കോഴിക്കോടും കണ്ണൂരും ഏകദേശം ഒരേ രീതിയിൽ കലയെ സ്നേഹിക്കുന്ന ആളുകളാണ് രണ്ട് ജില്ലയിലും. അപ്പൊ കണ്ണൂരിലത് വളരെ നമ്മുടെ നാട്ടിൽ നടക്കും പോലെ തന്നെയാണ് കണ്ണൂരും. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് മനസ്സ് ബന്ധിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വലിയ ജനപങ്കാളിത്തം കൊണ്ട് ചരിത്രമായിരിക്കും. അങ്ങനെ വലിയൊരു മലബാറിന്റെ ആതിഥ്യ മര്യാദയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും, അല്ലേ കോവൂർ? തീർച്ചയായിട്ടും. കാരണം കൂട്ടുകാർ തന്നെ ഇഷ്ടം പോലെ കണ്ണൂരിലുണ്ടാവും. നമ്മുടെ ഈ കലോത്സവങ്ങളിലെ ഒരുപാട് കലോത്സവങ്ങളെയൊക്കെ അടുത്തറിഞ്ഞ് ഒക്കെ പോന്നിട്ടുണ്ടല്ലോ. കാല കലോത്സവങ്ങളിൽ നിന്ന് നമ്മൾ പുതിയ കാലത്തേക്ക് വരുമ്പോൾ ആ ഉത്സവ ഛായയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ മത്സരത്തിന്റെ ആധിക്യം നമ്മൾ വാർത്തകളൊക്കെ കാണാറുണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെ കാണുന്നു? അല്ല, സംഭവം ഉത്സവ ഛായ എന്ന് പറഞ്ഞത് ഞാനൊക്കെ മത്സരിച്ചിരുന്ന കാലത്ത് ചാനലുകളൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അതെ അതെ. അന്നൊക്കെ പത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പത്രങ്ങളിൽ വന്ന വാർത്തകളും പത്രങ്ങളിൽ നമ്മുടെ ഒരു ഫോട്ടോ വരുമ്പോഴുള്ള സന്തോഷമാണ്. ഇന്ന് ചാനലുകളാണ് ശരിക്കും ഇത് ഉത്സവമാക്കി മാറ്റുന്നത്. തീർച്ചയായിട്ടും. കാരണം സ്പോട്ടില് പരിപാടി നടക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാം വീട്ടിലിരുന്ന് കാണാനുള്ള സൗകര്യം ചാനലുകൾ ഉണ്ടാക്കുന്നു. അപ്പം അത് കൂടുതൽ കുട്ടികളൊക്കെ, ഇന്നത്തെ കുട്ടികളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇത്രയും അവര് ഫേമസ് ആവുകയാണ് അവര്. മറ്റത് പത്രത്തിലൊരു ഫോട്ടോ വന്നാൽ ആ ഫോട്ടോ നമ്മൾ സൂക്ഷിച്ചു വെക്കണം കുറെ കാലത്തേക്ക്. ഇതിപ്പോ ചാനലില് ഓരോ ദിവസവും കുട്ടികളെ പെർഫോമൻസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് വലിയൊരു ഭാഗ്യമല്ലേ. ശരിക്കും ഉത്സവച്ചായാണ്. പിന്നെ ഈ അപ്പീലും കാര്യങ്ങളൊന്നും പഴയ കാലത്തൊന്നും തീരെ ഇല്ലായിരുന്നു. അതൊക്കെ ഇപ്പോഴാണ് അതിന്റെയൊക്കെ ഒരു ആധിക്യം വന്നിരിക്കുന്നത്. അപ്പീലുകളുടെ ഒക്കെ ഒരു കളിയും അടിപിടിയും ബഹളങ്ങളൊക്കെ കൂടുതൽ കച്ചറകൾ നടക്കുന്നതൊക്കെ. കാരണം ആളുകൾ, പേരൻസ് ആണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നക്കാരായിട്ട് എനിക്ക് തോന്നുന്നു. കുട്ടികളല്ല, കുട്ടികൾ നിഷ്കളങ്കരാണ്. അവര് അവരുടെ മേലെ പേരൻസ് കയറി കളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം തോന്നുന്നു. അതിനായിട്ട് കുറെ പേരൻസും ഉണ്ട്. ഇതവണ അതൊന്നും ഉണ്ടാകില്ല എന്നാണ് DPI നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. നല്ലൊരു കലോത്സവമാണ് അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ശ്രീ വിനോദ് കോവൂർ, താങ്കളുടെയൊക്കെ പങ്കെടുത്ത കാലത്തെ നല്ല ഓർമ്മകളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുമോ? അല്ല, ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓരോ കലോത്സവത്തിന് പോകുമ്പോഴും നമ്മൾ സ്കൂളിൽ നിന്ന് ടീമായിട്ട് പോകുന്നതും അവിടെ എത്തിയിട്ട് 3-4 ദിവസം നമ്മൾ അവിടെ ചെലവഴിക്കുന്നതും അവിടുത്തെ റിഹേഴ്സലും കാര്യങ്ങളും എല്ലാം വളരെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങളായിരുന്നു. അന്നത്തെ ഒരു ഇന്റിമസിയും സ്നേഹവും അന്നത്തെ ഒരു സിൻസിയറിറ്റിയും ഒക്കെ അത് പല രീതിയിലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല കാര്യങ്ങളിലൊന്നും ഇല്ല. പിന്നെ അന്നൊക്കെ ഈ കലാതിലകമാവുന്ന ആളുകളൊക്കെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വീണ്ടും കലയിൽ, ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ കലാതിലകങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇവരൊക്കെ എവിടെ പോയി നമ്മൾ ചിന്തിക്കുക. അവരൊക്കെ ജോലിയും കാര്യങ്ങളായിട്ട് വ്യാപൃതരായി. ആരും കല സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സംഭവം കാണുന്നുണ്ട്. മത്സരത്തിനപ്പുറത്തേക്ക് ആ കലയൊരു ജീവിതമാക്കാൻ പലർക്കും കഴിയാതെ പോകുന്നൊരു സാഹചര്യം കൂടി, അതല്ലേ സൂചിപ്പിച്ചത്? ഈ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഗ്രേസ് മാർക്കിനും കാര്യങ്ങൾക്കും വേണ്ടി മാത്രം പങ്കെടുക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയി. അത് കലയോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ്. കാരണം കലാകാരന്മാരെന്ന് പറഞ്ഞാല് ദൈവം സൃഷ്ടിക്കുന്ന ഏറ്റവും ദൈവത്തോട് വളരെ അടുപ്പുള്ള ആളുകൾ എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ട് ആ കഴിവിനെ ഉപേക്ഷിച്ചിട്ട് അവര് പല ഓഫീസുകളിലും എഴുത്തുകൂത്തിനും കാര്യങ്ങൾക്കും പോയുള്ള ജോലി ചെയ്യുമ്പോൾ വളരെ സങ്കടം തോന്നും. എനിക്ക് എത്രയോ പേരോട് അങ്ങനെ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. വിനോദ്, ഇത്തവണ കണ്ണൂരിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയല്ലേ? എപ്പോഴാണ് കണ്ണൂരിലേക്ക് തിരിക്കുക? ഞാൻ മിമിക്രി, മോണാക്ട്, നാടക ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും താങ്കളെ അവിടെ കാത്തിരിക്കുന്നുണ്ടാകും. എന്തായാലും കണ്ണൂരിലേക്ക് ചെല്ലുക, കലോത്സവം ഭംഗിയായി ആസ്വദിക്കുക, ഒപ്പം ഞങ്ങളോടൊക്കെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുക. ശ്രീ മോഹൻകുമാർ, ഇത്തവണ നമ്മുടെ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മേള വിജിലൻസിൻ്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലായിരിക്കും.
നമ്മളിപ്പോൾ പലരോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ തർക്കങ്ങൾ, ചില കോഴ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം, അതൊന്നുമില്ലാത്ത ശുദ്ധമായൊരു മേള ഇത്തവണ നമുക്ക് ഉറപ്പു നൽകാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത്തവണ പരമാവധി സുതാര്യമായിട്ട് പരമാവധി നീതിപൂർവമായ വിധി നിർണ്ണയം നടക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുവേണ്ടി എല്ലാ ജാഗ്രതയും മുൻകരുതലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വിധി നിർണ്ണയിക്കാൻ എത്തുന്നവരെക്കുറിച്ചും അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചും എല്ലാം ഞങ്ങൾ വിജിലൻസിനുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം കൈമാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിജിലൻസിൻ്റെ നിരീക്ഷണം ഇത് കൂടുതൽ സുതാര്യമാക്കാൻ സഹായിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പൊതുവെ നമ്മുടെ ഈ കോഴ ആരോപണങ്ങളൊക്കെ ഞാനിപ്പം മീഡിയയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയതും പത്രങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയതും, ചില ഏജൻസികൾ, ചില ബാഹ്യ ഏജൻസികൾ, ചില വ്യക്തികൾ പുറത്തു നിന്നുകൊണ്ട് ഈ രക്ഷിതാക്കളെ സമീപിക്കുകയും ചില ജഡ്ജസ് അവരുടെ ആൾക്കാരാണെന്ന് പറയുകയും അവരുമായിട്ട് ഇവർ ഏർപ്പാടുകൾ ഒരുക്കുന്നുണ്ട്, അങ്ങനെ സമ്മാനം ഉറപ്പിക്കാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. എത്രത്തോളം അത് അടിസ്ഥാനപരമാണെന്നൊന്നും അറിയില്ല, അതിൻ്റെ വസ്തുതാപരമാണെന്നൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ആരോപണങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിജിലൻസിൻ്റെയൊക്കെ ഒരു മേൽനോട്ടമുണ്ടെങ്കിൽ, ഇത് നിരീക്ഷണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ കഴിയും. ഒരു സുതാര്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് പൊതുവെ വിദ്യാഭ്യാസ വകുപ്പിനും സംഘാടക സമിതിക്കും സർക്കാരിനും ഈ വർഷം മേള വളരെ ഭംഗിയായിട്ട് നടക്കും. ആർക്കും ഒരു ആക്ഷേപമില്ലാത്ത രീതിയിൽ മേള നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കോഴയുടെയൊക്കെ വാർത്തകൾ ഞങ്ങളടക്കമുള്ളവർ ഒരുപാട് പുറത്തു കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് തടയാൻ ഏതെങ്കിലും തരത്തിലുള്ള, അപ്പോൾ വിജിലൻസിന്റെ നിരീക്ഷണം വളരെ നല്ല കാര്യമാണ്, സുതാര്യമായി നടക്കട്ടെ, അങ്ങനെ തന്നെ നടക്കുകയും ചെയ്യണം. ഈ സംഘാടക സമിതിയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രത്യേകിച്ചും വിധികർത്താക്കളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ആക്ഷേപം കൂടുതൽ കേൾക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അവരുടെ പെരുമാറ്റ രീതി സംബന്ധം, അല്ലെങ്കിൽ അവരുടെ എങ്ങനെയായിരിക്കണം അവരുടെ രീതികൾ എന്നൊക്കെ നൽകിയിട്ടുണ്ടോ? അല്ലോ അത്തരത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, വിധികർത്താക്കൾ ഞങ്ങളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഫോണിൽ ബന്ധപ്പെട്ട് അവരെ വിധികർത്താക്കളായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മക്കളോ ബന്ധുക്കളോ ശിഷ്യന്മാരോ ആരെങ്കിലും മേളയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ഒരു വിധികർത്താക്കളായിട്ട് വരാൻ പാടില്ല എന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ കൊണ്ട് ഇത് സംബന്ധിച്ചൊരു ഡിക്ലറേഷൻ എഴുതി മേടിക്കുന്നുണ്ട്. എൻ്റെ ശിഷ്യന്മാരോ ബന്ധുക്കളോ ഈ മേളയിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ഡിക്ലറേഷൻ ഓരോ വിധികർത്താവിനെ കൊണ്ടും എഴുതി വാങ്ങുന്നുണ്ട്. എന്നിട്ടും വിധികർത്താക്കൾ നമ്മളെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിന് ആൻസർ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ആ പ്രതീക്ഷ ഇത്തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ ടീമാണ് ഇത്തവണ വരുന്നതും. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. ആ പ്രതീക്ഷ അതുപോലെ തന്നെ വരണം സാർ. കാരണം നമുക്ക് ഒരുപാട് പരാതികളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇല്ലാത്ത ഒരു ഉത്സവത്തിനാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ നല്ല പ്രകടനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത്. ഏതായാലും നജീം, നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ചില ഔദ്യോഗിക കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചത്. നജീമിലേക്ക് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കലാപരമായ വിശേഷങ്ങൾ തന്നെയാണ് അറിയാനുള്ളത്. നജീം, നേരത്തെ ശ്രീ വിനോദ് കോവൂരൊക്കെ പറഞ്ഞതുപോലെ പണ്ടൊരു കൂട്ടായ്മയുണ്ടായിരുന്നു, എല്ലാവരും ഒരുമിച്ച് നിന്ന് അത്തരത്തിലൊരു സ്നേഹബന്ധങ്ങൾ. നജീമൊക്കെ മത്സരിച്ച ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നോ? ഞാൻ മത്സരിച്ച സമയത്ത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അറിയായിരുന്നു, മത്സരിക്കുന്ന എല്ലാവരെയും പരസ്പരം അറിയായിരുന്നു. അവരെന്നെ അടുത്ത വർഷം വീണ്ടും കാണും. അപ്പം അങ്ങനെ പിന്നെ എല്ലാ ടീച്ചേഴ്സും ഒക്കെ അറിയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഈ മത്സരങ്ങൾ അന്ന് കടുത്ത രീതിയിലായിരുന്നു. പിന്നെ അപ്പീലുകളൊക്കെ ആ സമയത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ പരാതി അപ്പീല് വാങ്ങിച്ചു ഫസ്റ്റ് നേടുന്നതും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഈ മാനുവൽ വ്യത്യാസങ്ങൾ വന്നതും പിന്നെ അത് ഗ്രേഡിങ്ങിലോട്ട് മാറ്റി മറ്റേ കലാപ്രതിഭ പട്ടമൊക്കെ ഇപ്പം മാറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്ന് അറിയണതിൽ വിഷമമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ കലോത്സവം എല്ലാത്തിനും ഒരു മാറ്റം വരുന്നു എന്നുള്ള ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും അതാണ് എനിക്ക് തോന്നുന്നത്. അത്രയും
പക്ഷെ എങ്കിലും ഈ പൈസയൊക്കെ കൊടുത്ത് സമ്മാനം വാങ്ങിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അത് ശരിക്കും നമ്മുടെ പാരൻസ് മക്കളെ തന്നെ ഇല്ലാതാക്കുകയാണ്, അവരുടെ കഴിവിനെ തന്നെ നശിപ്പിക്കുകയാണ്. ഒരു സമ്മാനം കിട്ടിയാലും നാളെ അവർ റിഗ്രറ്റ് ചെയ്യും. പൈസ കൊടുത്തിട്ടാണ് സമ്മാനം കിട്ടിയെന്നുള്ള മനസ്സിൽ നിൽക്കും. അവരുടെ കഴിവുകൊണ്ട് ഒരിക്കലും അത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നാണക്കേട് നമ്മുടെ സ്വയം മനസ്സാക്ഷി ചോദിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പാരൻസ് തന്നെ ഇതിൽ മുന്നിട്ട് വരിക. ഇപ്പോൾ വിധികർത്താക്കൾ പല രീതിയിലാവാം. ചിലപ്പോൾ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരിക്കലും പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മാക്സിമം ഒരു ഒന്നാം സമ്മാനത്തിന് വേണ്ടി പോരാതെ ഈ മത്സരിക്കാതെ കിട്ടുന്ന ഒരു അവസരം നന്നായിട്ട് പാടുക എന്നുള്ള നീ മാക്സിമം ട്രൈ ചെയ്യാന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നജീമ പറഞ്ഞത്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയാറുണ്ട്, അതായത് ഒരു മത്സരത്തിന് വേണ്ടി മാത്രം ഈ കലോത്സവ വേദിയിലെത്തുക, പിന്നീട് പലർക്കും തുടർന്നുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ കലയെ ഉപാസിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നജീബിനെ പോലുള്ളവർ പിന്നീട് വീണ്ടും കലയിൽ തുടർന്ന് വലിയ ഗായകനായി അങ്ങനെ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ നജീം? ഞാൻ ശരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ മ്യൂസിക്കിനെ വളരെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ സംഗീതപരമായി തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. വാപ്പയായാലും ഉമ്മയായാലും ഫുൾ ടൈം പാട്ടിൻ്റെ ഒരു കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ കോമ്പറ്റീഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആഗ്രഹമായിരുന്നില്ല. ഒരു അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറുക എന്നുള്ള, നമ്മുടെ കഴിവിനെ മാക്സിമം കൊണ്ടുവരിക എന്നുള്ള. അപ്പോൾ അതിനൊക്കെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാത്രമേ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം എനിക്ക് മത്സരിച്ച ഒരു ക്ലബിൻ്റെ പേര് പറയുന്നില്ല, ഞാനൊരു കോമ്പറ്റീഷൻ പങ്കെടുത്തപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് വന്നു, പത്രത്തിൽ പേര് വന്നു, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ്. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്, അതാണ് അത്രയും ചെറുതാണെന്ന് ഓർക്കണം. ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് അനൗൺസ് ചെയ്തു പത്രത്തിൽ. അന്ന് എനിക്ക് റിസൾട്ട് അറിയാൻ പറ്റിയില്ല ആ കോമ്പറ്റീഷൻ എന്ന്. പിറ്റേ ദിവസമാണ് പത്രത്തിൽ ന്യൂസ് വന്നത്. അപ്പോൾ പേരുണ്ട് ലൈറ്റ് മ്യൂസിക് നജീം അർഷാദ് എന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ട് കിട്ടിയ ഒരു സമ്മാനമാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അത് തന്നെയാണ്. അപ്പോൾ ആ ഫസ്റ്റ് എന്നുള്ള സംഭവം. അപ്പം അങ്ങനെ ഞാൻ സമ്മാനം വാങ്ങിക്കാനായിട്ട് നെക്സ്റ്റ് ഡേ ഗിഫ്റ്റ് സമ്മാനം കൊടുക്കുന്ന ദിവസമാണ് അവസാനത്തെ ദിവസം. അപ്പം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഒരുങ്ങി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി പോയ സമയത്ത് ആ സ്റ്റേജിൽ വേറൊരു കുട്ടിയാണ് ആ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചത്. അപ്പോൾ അതെനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്കത് വിഷമമുണ്ട്. പക്ഷേ അത് നമ്മൾ ആ കൊച്ചു മനസ്സിൽ നമ്മൾ അത്രത്തോളം നമ്മൾ വേദനിച്ചിരുന്നു. അപ്പം നമ്മൾ അതിനെ അത്രത്തോളം വിഷമമുള്ള ഘട്ടങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തി. ഇവിടെ നമ്മൾ ഇത്രയൊക്കെ നമുക്ക് കൊണ്ടുവന്നില്ലേ, അതൊക്കെ സാധിച്ചത് നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കലാപ്രതിഭ പട്ടം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ കുറേ ആ ഒരു പ്രൈസ് കിട്ടിയിട്ടും എനിക്ക് ഇപ്പോൾ ആ ഒരു മാനുവൽ പുതിയ കുറേ മാറ്റങ്ങൾക്ക് ശേഷം ഒരു കലാപ്രതിഭ ഇപ്പം ഡാൻസ് ഐറ്റമൊക്കെ പങ്കെടുക്കുന്നുള്ള സംഭവം വന്നിരുന്നു. അങ്ങനെ നൃത്തമായിട്ടൊക്കെ പങ്കെടുത്തു. അങ്ങനെ അത്രയും സ്ട്രെയിൻ ചെയ്ത് എനിക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് വന്നിട്ടും ആ പട്ടം വേറൊരാൾക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ വളരെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും വിഷമം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൂടെ പോയിട്ടുണ്ട്. അന്ന് അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നജീം അർഷാദ് എന്ന മികച്ച ഗായകൻ. ഞാൻ താങ്കളിലേക്ക് വരാം. മോഹൻ സാർ, എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച് വന്നിരുന്നതാണ് ഈ മറ്റേ ഈ കളി, അതായത് വേദികൾക്ക് പിന്നിലുള്ള ചില കളികളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതായത് ഒരു പക്ഷേ ആദ്യമായി നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടത് മാതാപിതാക്കൾക്കായിരിക്കാം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടികൾ അവിടെ വന്ന് പാടുന്നു, അവരുടെ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു, അവർ നിഷ്കളങ്കരാണ്. അതിനപ്പുറത്തേക്ക് നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ മാതാപിതാക്കളുടെ കൂടെ അറിവോടെയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കേട്ട വാർത്തകളും അത്തരത്തിലായിരുന്നു. അവിടെ എനിക്ക് താങ്കളുടെ രണ്ട് വേർഷൻ വേണം. ഒന്ന് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും ഒപ്പം തന്നെ DPI എന്ന ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളെന്ന നിലയിലുമുള്ള. അല്ല, നജീം പറഞ്ഞത് വളരെ ശരിയാണ്. എന്തിനാണ് ഈ മത്സര വേദിയിൽ വന്ന് പൈസ കൊടുത്ത് പണം കൊടുത്ത് സമ്മാനം വാങ്ങുന്നതെന്ന് ശരിക്കും അതിശയം തോന്നുന്നുണ്ട്. ഒരു സ്വന്തം കുട്ടികളുടെ സർഗ്ഗശേഷി പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമാണ് ഈ മത്സരവേദി. അപ്പോൾ അത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാതെ അവിടെ മാതാപിതാക്കൾ അങ്ങനെയുള്ളൊരു പിൻവാതിൽ ഏർപ്പാടുകളിലേക്ക് പോകാതിരിക്കാൻ ആണല്ലേ ശ്രമിക്കേണ്ടത്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത് അത് നമ്മുടെ ഒരു സാമൂഹിക രംഗത്തുണ്ടാകേണ്ട ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ സംഘാടകർ എന്ന നിലയ്ക്ക് വളരെ സുതാര്യമായിട്ട് ഈ വിധിനിർണ്ണയം ചെയ്യാനായിട്ട് ഞങ്ങൾ
നിർബന്ധിതരാണ്, ഞങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ബാഹ്യ ഏജൻസികളോ അല്ലെങ്കിൽ ഒരു പറ്റം രക്ഷിതാക്കളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഈ കലോത്സവങ്ങൾ ഒരു സംഘർഷഭരിതമായിട്ടും ഒക്കെ മാറുന്നതും അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്നതും. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്കും തീർച്ചയായിട്ടും ഒരു കാര്യമായൊരു ബോധവൽക്കരണം രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം, നജീമിലേക്കും വരാം. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി, നമ്മൾ ഒരു കലോത്സവത്തിന്റെ പടിവാതിൽക്കലാണ്. എങ്ങനെയാണ് ഈ 57ാമത് കലോത്സവത്തെ കാണാൻ ഒരുങ്ങുന്നത്? ഈ ഓരോ വർഷം കലോത്സവം നടക്കുന്ന സമയത്ത് വരുന്ന പരാതികൾ വർദ്ധിച്ചു വരികയല്ലാതെ അത് കുറയുന്നില്ല. അപ്പൊ അതിന്റെ പിന്നിൽ അത്രമാത്രം അഴിമതികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പലപ്പോഴും വലിയ വലിയ അധ്യാപകന്മാരെല്ലാം മനസ്സ് മടുത്ത് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ യുവജനോത്സവം നടത്തുന്നത്, എന്തിനാണ്, കുട്ടികൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പലപ്പോഴും കുട്ടികൾ മാനസികമായി തളരുന്ന ഒരു കാഴ്ചയല്ലേ നമ്മളൊരു യുവജനോത്സവം തീരുമ്പോഴേക്കും കാണുന്നത്. മാത്രമല്ല ഇതൊരു മത്സരത്തിന് വേണ്ടി മാത്രമാകുന്ന ഒരു പ്രവണതയിലേക്ക് പോകുന്നത് ഒട്ടും ഒരു ആരോഗ്യകരമായ, ഇങ്ങനെയുള്ള കുട്ടികളെ മാനസികമായി തളർത്തുകയല്ല വേണ്ടത്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ. ഇപ്പൊ നമ്മുടെ തന്നെ ഇപ്പൊ സെൽഫി എന്ന് പറയുന്ന ഷോയില് പറഞ്ഞിരുന്നു ഗിരിജ ടീച്ചറും വിമല മേനോനൊക്കെ പറഞ്ഞു, അവരൊന്നും ഇതിൽ പങ്കെടുക്കാൻ അവരുടെ കുട്ടികളെ അവർ അനുവദിക്കാറില്ല. എന്തുകൊണ്ടാണ്? കുട്ടികളെ മാനസികമായി തളർത്താനാണ് പലപ്പോഴും ഇത് സഹായിക്കുന്നത്. അവിടെ തന്നെ പാരന്റ്സും അതുപോലെ ജഡ്ജസും തമ്മിലുള്ള വാക്പോരുകളും മറ്റതും മറിച്ചതും. എന്തിനു വേണ്ടിയാണ് ഈ യുവജനോത്സവം, എന്തിനാണ് ഇത് നടത്തുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കുട്ടികളെ ഇങ്ങനെ തളർത്തിക്കളയരുത്. ഒരു കലയുടെ പേരിൽ യഥാർത്ഥ കലാകാരികളെ തളർത്തുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇങ്ങനെയുള്ള വേദികളിൽ ഒരിക്കലും പോകാനോ ഇത് കാണാനോ കേൾക്കാനോ ഞാൻ ശ്രമിക്കാറേയില്ല. ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ശ്രീ ഭാഗ്യലക്ഷ്മി, ഇത്തവണ നമുക്ക് DPIയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നല്ല ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ മേള സുതാര്യമായിരിക്കും, അത് കലയുടെ ഒരു മത്സരമല്ല, കലയുടെ ഒരു ഉത്സവം തന്നെയായിരിക്കും ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് DPI ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു വാക്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇങ്ങനെ ഇനി വരും കാലങ്ങളിൽ അതൊരു മാതൃകയായി കൊണ്ട് നടക്കാനുള്ള ഒരു നല്ല പ്രവണതയിലേക്ക് ഈ വർഷം മുതൽ യുവജനോത്സവം ആരംഭിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ ആയിരിക്കണം. അതിന് ഈ സർക്കാർ കുട്ടികളെ സഹായിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഇനിയും നല്ല കലാകാരികൾ വരാനുള്ളൊരു പ്രചോദനമാവട്ടെ ഈ സർക്കാരിന്റെ ഈ തീരുമാനം എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി. ഈ ഒരു അവസരത്തിൽ താങ്കളുടെ ഒരു നിരീക്ഷണവും കാര്യങ്ങളുമൊക്കെ പങ്കുവച്ചതിന്. ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കും പ്രതീക്ഷിക്കാം ഒരു സുതാര്യമായ കലയുടെ ഉത്സവം കാണുന്ന ഒരു കലോത്സവം ഇത്തവണ നമുക്ക് ലഭിക്കാൻ വേണ്ടി. നജീമിലേക്ക് വരും. നജീം, ഈ കലോത്സവ വേദികളിലെ ആ ഒരു ടെൻഷനൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് അനുഭവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അന്ന് ലഭിച്ച അനുഭവങ്ങൾ പിന്നീട് ഏത് രീതിയിലാണ് ഒരു പിന്നണി ഗായകനായി സ്റ്റുഡിയോ മൈക്കിന് മുന്നിലെത്തുമ്പോൾ സഹായകമായത്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ശരിക്കും നമുക്കൊരു സ്റ്റേജ് ഫിയർ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ നമ്മുടെ ആ ഒരു കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തതിൻ്റെ ആ ടെൻഷൻ അനുഭവിച്ചാൽ മനസ്സിൽ എനിക്ക് നമ്മളെ തന്നെ ഞാൻ എങ്ങനെ പാടുന്നുള്ളൊരു ഒരു ഇതുണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് ലെവല് ഉണ്ട്. അതുകൊണ്ട് പക്ഷെ നമ്മളെ ഏത് സാഹചര്യം കൊണ്ട് പല സമയത്തും നമുക്കത് സമ്മാനം കിട്ടാതെ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും, നമുക്ക് എന്തെങ്കിലും നമുക്ക് വരും, ഒരു ദിവസം വരും എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു നമ്മൾ സ്വയം ഹാർഡ് വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ അങ്ങനെ കിട്ടുന്ന ചാൻസൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഇതിലായിരുന്നു. പിന്നെ റിയാലിറ്റി ഷോയിൽ വന്നു, അത് വലിയൊരു എൻ്റെ ലൈഫിലൊരു ലിഫ്റ്റായിരുന്നു. പിന്നെ സിനിമയിൽ വന്നു, ഓരോ പാട്ട് പാടുമ്പോഴും നമ്മൾ മാക്സിമം ഡെഡിക്കേഷനിലാണ് പാടുന്നത്, റെക്കോർഡിങ്ങിനായാൽ പോലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും ചാൻസ് കിട്ടുന്നു, ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണ്
ഇവിടെ വരെ എത്തിയത്. തീർച്ചയായിട്ടും തുടരുക ശ്രീ നജീം അർഷാദ്, ഒപ്പം തന്നെ ശ്രീ മോഹൻകുമാർ DPI. ശ്രീ മോഹൻകുമാർ, ഇവിടെ ഭാഗ്യലക്ഷ്മി പങ്കുവച്ച ചില ആശങ്കകൾ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള വേദിക്കപ്പുറത്തേക്ക് ഒരു നിരർത്ഥകമായ വെറും ഒരു മത്സരം മാത്രമായി കലോത്സവങ്ങൾ ഒതുങ്ങിപ്പോയതായിട്ട് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ വർഷം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പ്രൊഫസർ രവീന്ദ്രനാഥ് സാറിന് ഇത്തവണ പ്രഖ്യാപിച്ച നമ്മുടെ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളും ഉത്സവമായിട്ട് മാറണം. കുട്ടികളുടെ മനസ്സിലെ സന്തോഷവും ഉത്സവവും നിറയ്ക്കുകയാണ് ശരിക്കും ഈ കലോത്സവങ്ങൾ അല്ലെങ്കിൽ കലാമത്സരങ്ങളുണ്ട് ഉദ്ദേശിക്കേണ്ടത്. അല്ല, ഒരിക്കലും അത് വിദ്വേഷവും പകയും കുത്തിനിറയ്ക്കുന്നൊരു വേദിയായിട്ട് മാറരുത് എന്നൊരു കാഴ്ചപ്പാടിലൂടെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴ് ഈ കലോത്സവങ്ങളും കായികോത്സവവും എല്ലാം നടത്തുന്നത്. നമ്മളാ പേരിൽ പോലും മാറ്റം വരുത്തി. കായികമേളയൊക്കെ മാറിയിട്ട് കായിക ഉത്സവമായിട്ട് മാറി, സർഗോത്സവമായി മാറി. ഇത് കലോത്സവമാണ്. ഇതെല്ലാം ഉത്സവമാണ് ശരിക്കും. ഇതിനെ ഉത്സവമാണെന്നൊരു സ്പിരിറ്റിൽ ഈ ധന്യതയുള്ള കുട്ടികളുടെ നൈസർഗികമായും പരിശീലനത്തിലൂടെയും നേടിയെടുത്ത കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു വേദി എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ കലോത്സവങ്ങളെ കാണേണ്ടത്. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം, ഗ്രേസ് മാർക്കിന് വേണ്ടിയാണ് പലപ്പോഴും ഈ പേരൻസ്, രക്ഷിതാക്കൾ ഇതിനകത്ത് ഇത്രയും ഒരു മത്സര ബുദ്ധി കാണിക്കുന്നത്. അപ്പോൾ കലോത്സവത്തിന് ഗ്രേസ് മാർക്ക് കിട്ടും. ആ ഗ്രേസ് മാർക്ക് കൊണ്ട് കുട്ടിക്ക് ഉയർന്ന പഠനത്തിന്, ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടാനായിട്ട് സാധ്യത ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ എളുപ്പമാണെന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് ഈ രക്ഷിതാക്കൾ ഇതൊരു മത്സരവേദിയായിട്ട് മാറ്റിയെടുക്കുന്നത്. ഈ കാര്യത്തിലൊരു പുനർവിചിന്തനം ആവശ്യമാണ്. ഈ പരീക്ഷയിൽ, എഴുത്തു പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിനോട് ചേർത്ത് കലോത്സവത്തിൽ കിട്ടുന്ന ഗ്രേസ് മാർക്ക് ചേർക്കണോ വേണ്ടയോ, അതോ ഈ കലോത്സവത്തിൽ കിട്ടുന്ന ഗ്രേസ് മാർക്ക് ഉപരിപഠനത്തിൻ്റെ സമയത്ത് മാത്രം ഒരു അധിക എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ്, കുട്ടിയുടെ ഒരു അഡ്വാൻറ്റേജായിട്ട്, ഒരു മെറിറ്റായിട്ട് എടുക്കാവുന്ന ഒരു മാർക്കായിട്ട് മാറ്റണോ? ഇക്കാര്യം ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കലോത്സവത്തിൻ്റെ മാർക്ക് വിദ്യാർത്ഥിയുടെ എഴുത്തു പരീക്ഷയുടെ ഭാഗമാവില്ല എന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു രക്ഷിതാക്കളുടെ ഒരു മത്സര ബുദ്ധി കുറച്ചൊക്കെ ഒന്ന് കുറയുന്ന കരുതുന്നത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് നമ്മുടെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഉള്ള ഒരു സന്ദേശമാണ്. എങ്കിൽ കൂടി DPI എന്ന നിലയിൽ നമ്മുടെ 57ാമത് കലോത്സവത്തിന് ഇനി നിമിഷങ്ങൾക്കകം കൊടി ഉയരുമ്പോൾ പങ്കെടുക്കാൻ വരുന്ന നമ്മുടെ കുട്ടികളോടും അവരുടെ കൂടെ വരുന്നവരോടൊക്കെ എന്താണ് താങ്കൾക്ക് ഔദ്യോഗികമായി പറയാനുള്ളത്? എനിക്ക് ഈ മത്സരത്തിൽ, ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഈ കലോത്സവത്തെ നിങ്ങളൊരു ഉത്സവമാക്കി മാറ്റുക. ഈ 7 ദിവസങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാവുന്ന ഒരു ഉല്ലാസത്തിൻ്റെ നാളുകളായിട്ട് മാറ്റിയെടുക്കണം. അവരോടൊപ്പം വരുന്ന രക്ഷിതാക്കളോടും പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങളുടെ കുട്ടികളുമായിട്ട് ഈ കലോത്സവ വേദിയിലേക്ക് വരികയാണ്. ഈ കലോത്സവത്തെ എത്രത്തോളം മനോഹരമാക്കി തീർക്കാൻ കഴിയും, അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് രക്ഷിതാവെന്ന നിലയ്ക്ക് പരമാവധി സഹകരിക്കുക, സംഘാടക സമിതിയുമായിട്ട് സഹകരിക്കുക. ഈ കലോത്സവത്തിലെ വിധിനിർണ്ണയം സുതാര്യമാക്കാനുള്ള എല്ലാ ജാഗ്രതയും മുൻകരുതലുകളും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചു കഴിഞ്ഞു. യാതൊരു ആശങ്കയ്ക്കും ഇടമില്ല. ഈ നിലയ്ക്ക് തീർച്ചയായിട്ടും വിധിനിർണ്ണയത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അത് സുതാര്യമായ വിധിനിർണ്ണയമായിരിക്കും ഇത്തവണ. അതിനകത്ത് യാതൊരു സംശയത്തിനും ഇടയുണ്ടാവില്ല. അത്ര സുതാര്യമായിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ട് സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും തന്നെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉൾപ്പെടെ എല്ലാവരും തന്നെ വളരെ ജാഗ്രതയോടെ ഈ കലോത്സവത്തെ ഒരു സുതാര്യമായ ഒരു കലോത്സവമായിട്ട് മാറ്റിയെടുക്കാൻ നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ രക്ഷിതാക്കളും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ കലോത്സവത്തെ ഒരു ഉത്സവമാക്കി മാറ്റണം. വിദ്യാർത്ഥികളും അവരോടൊപ്പം നിൽക്കുന്ന എല്ലാവരും, പരിശീലകരും സ്കൂൾ അധികൃതരും എല്ലാവരും. അങ്ങനെ നമുക്കിതൊരു വലിയ, കണ്ണൂരിലെ കലോത്സവം നമുക്കൊരു ചരിത്രത്തിൽ ഏറ്റവും മികവുറ്റ ഒരു കലോത്സവമായിട്ട് മാറ്റിയെടുക്കണം. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും. ശ്രീ നജീം, ഉത്സവം കൊടി കയറാൻ പോവുകയാണ്. നമുക്ക് മത്സരം വേണ്ട, നമുക്ക് ഉത്സവം മതി. നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ആ ഉത്സവത്തിൻ്റെ അവസാന നിമിഷത്തിലാണ്. ആ ഉത്സവത്തിന് മാറ്റ് കൂടണമെങ്കിൽ, അതിൻ്റെ ഭംഗി കൂടണമെങ്കിൽ ഞങ്ങൾക്ക് നജീമിൻ്റെ ഒരു പാട്ട് കൂടി വേണം. നജീം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഒപ്പം തന്നെ കലോത്സവത്തിൽ മത്സരിക്കാൻ പോകുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി. കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമ്മാനത്തിന് വേണ്ടി പോരാടാതെ, കാരണം ഈ ഗ്രേസ് മാർക്കിന് വേണ്ടി പോരാടാതെ കിട്ടുന്ന ഒരു അവസരം മാക്സിമം നന്നായിട്ട് പാടാൻ ശ്രമിക്കുക.
നിങ്ങൾക്കിപ്പോൾ 1ാം സമ്മാനമായാലും 2ാം സമ്മാനമായാലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് വേറൊരു എന്താണോ കറക്റ്റ് അത് നിങ്ങൾ തന്നെ വന്ന് ചേരും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഇപ്പോഴുള്ള സർക്കാർ തീരുമാനങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ കലോത്സവം എന്തായാലും നല്ലൊരു ഉത്സവം, കലോത്സവം എന്ന് പറയുമ്പോൾ ഉത്സവമാണ് ഈ പറയും പോലെ. അപ്പോൾ അത് എന്തായാലും നല്ലൊരു കളങ്കമില്ലാത്തൊരു ഉത്സവം. അത് കണ്ണൂർ വെച്ചിട്ടാണ്, അത് കലയെ ആസ്വദിക്കുന്ന ഒരു മണ്ണി വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു സ്റ്റേറ്റ് കലോത്സവമായിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ളതും അതുപോലെ തന്നെ പോട്ടെ. എല്ലാ കൂട്ടുകാർക്കും എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സിനിമാ പാട്ട് മതിയോ അതോ നജീമിന്റെ ലൈറ്റ് ഇഷ്ടത്തിന് മ്യൂസിക് അങ്ങനെ വല്ലതും വിട്ടിരിക്കുകയാണ്. വേണോ? നജീം ഏത് പാട്ട് പാടിയാലും പ്രേക്ഷകർക്ക് സന്തോഷം. ഇഷ്ടത്തിന്. ഇതിപ്പോ ഞാനിപ്പോ കൺഫ്യൂഷൻ ആയല്ല. ലൈറ്റ് മ്യൂസിക് തന്നെ പാടാം. ശരി. ഇത് ഞാൻ സാധാരണ ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും മുമ്പ് പാടിയിട്ടുള്ളവരെടുത്ത് പാടുന്ന പാട്ടായിരിക്കും സാധാരണ എല്ലാവരും പാടുന്നത്. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് പുതിയ ഓരോ പാട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്. ലൈറ്റ് മ്യൂസിക് ഇപ്പോൾ വൈദേഹി ആയാലും ഞാൻ തന്നെ എൻ്റെ ഗുരു ആര്യനാട് രാജു സാറ് തന്നെ കമ്പോസ് ചെയ്തിട്ട് പൂവച്ചൽ ഖാദർ സാറാണ് ലിറിക് എഴുതി. അങ്ങനെ പുതിയ പാട്ടാണ് അന്ന് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു പാട്ടായിരുന്നു സതിയാണു നീ എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ആ പാട്ട് പാടാം. സതിയാണു നീ ത്യാഗവതിയാണു നീ യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ ശ്രുതിയാണു നീ ജീവലയമാണു നീ ശ്രുതിയാണു നീ ജീവലയമാണു നീ രാഗാർദ്രബിംബത്തിൻ ഒളിയാണു നീ സതിയാണു നീ ത്യാഗവതിയാണു നീ യാഗാഗ്നിയിൽ പൂത്ത സുമമാണു നീ. വളരെയധികം നന്ദി ശ്രീ നജീം അർഷാദ്. ഈ ഒരു ഗാനം നമ്മളോട് പാടി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷം നൽകിയതിന്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും നല്ലൊരു കലയുടെ ഉത്സവത്തിനായി നമുക്ക് കാത്തിരിക്കാം. കണ്ണൂരിൻ്റെ മണ്ണിൽ നല്ലൊരു കലാ മാമാങ്കത്തിന് തന്നെ വേദിയൊരുങ്ങട്ടെ എന്ന് ആശംസിക്കാം. ഞങ്ങളോടൊപ്പം പങ്കെടുത്ത ശ്രീ നജീം അർഷാദ്, ഒപ്പം തന്നെ DPI ശ്രീ മോഹൻകുമാർ സാർ, വളരെയധികം നന്ദി തിരക്കിട്ട സമയത്ത് ഞങ്ങളോടൊപ്പം എത്തിയതിന്. ഒപ്പം തന്നെ ടെലിഫോണിൽ പങ്കെടുത്ത അതിഥികൾക്കും വളരെയധികം നന്ദി.